Good afternoon, all. Good afternoon, sir. Sir. So, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസിൽ എന്തെങ്കിലും? നിങ്ങൾ നോട്ട്ബുക്കിൽ സോൾവ് ചെയ്യുന്നുണ്ടോ? പ്രോബ്ലംസ് ഒക്കെ നോട്ട്ബുക്കിൽ സോൾവ് ചെയ്യുന്നുണ്ടോ? Yes, sir. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഫ്രീ ബോഡി ഡയഗ്രാം. ഫ്രീ ബോഡി ഡയഗ്രാം. സോ ഡെഫിനേഷൻ ഓർത്തിരിക്കുക. A body which has been separated or isolated from the surrounding bodies is called a free body. A body which has been separated or isolated from the surrounding body is called a free body. അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് ഫ്രീ ബോഡി ഡയഗ്രാം. എങ്ങനെയാണ് ഒരു ഫിഗർ തന്നാൽ അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കേണ്ടതെന്നാണ് എങ്ങനെയാണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് കുറെ എക്സാമ്പിൾസ് ആദ്യം നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ ബോഡീസ് അണ്ടർ ഈക്വിലിബ്രിയം. നിങ്ങൾ ഈ ഫസ്റ്റ് ഫിഗർ കണ്ടില്ലേ? എന്താണ്? ഒരു സർക്കുലർ ബോൾ, ഒരു ബോൾ, അത് അതിന്റെ സെന്റർ പോയിന്റ് ആണ് ബി. ഒരു ത്രെഡ് വെച്ചിട്ട് ഒരു ഒറിജിൻ സർഫസിലേക്ക് ടൈ ചെയ്തിരിക്കുന്നു. അപ്പൊ ത്രെഡ് ആണ് എ ബി എന്ന് പറഞ്ഞൊരു ത്രെഡ്, അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ടൈ ചെയ്തിരിക്കുന്നു. ഈ ബോള് അറ്റ് പോയിന്റ് സിയിൽ ഒരു സർഫസുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ ബോള് പോയിന്റ് സിയിൽ ഒരു സർഫസുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. നമുക്ക് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. അപ്പൊ എങ്ങനെയാണ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നത് നോക്കിക്കോ. പിന്നെ ഇത് ക്വസ്റ്റ്യൻ ഫിഗറാണ് വരയ്ക്കുന്നത്. നമുക്കൊരു സർക്കുലർ ബോൾ ഉണ്ട്. ആ ബോള് എന്ത് ചെയ്യാണ്? ഒരു സർഫസിലേക്ക് കോണ്ടാക്ട് ആയിട്ടിരിക്കുകയാണ്. സർഫസിലേക്ക് കോണ്ടാക്ട് ആയിട്ടിരിക്കുന്നു. ഇനി ഈ ബോളിന്റെ സെന്ററിൽ നിന്ന് നമ്മുടെ സർഫസിലേക്ക് ഒരു ത്രെഡ് വെച്ച് ടൈ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് പോയിന്റ് ബി, ഇത് പോയിന്റ് എ, പോയിന്റ് എ, ഇത് പോയിന്റ് സി. അപ്പൊ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ. ഈ എ ബി എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്കറിയാം, ഏതൊരു സ്ട്രക്ചർ എടുത്താലും അതിനെന്തുണ്ടാവും? ആ സ്ട്രക്ചറിന് ഒരു വെയിറ്റ് ഉണ്ടാവും. ആ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ഡൗൺവേർഡ് ആയിരിക്കും. അപ്പൊ ഏതൊരു സ്ട്രക്ചർ ആയാലും അതിനൊരു വെയിറ്റ് ഉണ്ടാവും. ആ വെയിറ്റ് എങ്ങനെയായിരിക്കും? ഭൂമിയിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഡൗൺവേർഡ് ആയിട്ട് എന്ത് ആക്ട് ചെയ്യും? ഒരു വെയിറ്റ് ആക്ട് ചെയ്യും. അപ്പൊ ആദ്യമേ നമുക്ക് ഏതൊരു സ്ട്രക്ചർ വന്നാലും അതിന്റെ വെയിറ്റ് മാർക്ക് ചെയ്യാം. വെയിറ്റ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിരിക്കും. വെയിറ്റ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. W ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഏതൊരു സ്ട്രക്ചർ ആയാലും അതിനൊരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ ഈ സി എന്ന് പറഞ്ഞ പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ബോള് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. ആ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഈ ബോഡിയുടെ ഉള്ളിലേക്കായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ബോളിന്റെ ഉള്ളിലേക്ക്, നമുക്ക് ഏത് സ്ട്രക്ചർ ആണോ അതിന്റെ ഉള്ളിലേക്കായിരിക്കും ഈ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ കണ്ടേ, ഇതിനുള്ളിലേക്ക് നമുക്ക് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. അത് റിയാക്ഷൻ സി. റിയാക്ഷൻ സി എന്താണ്? നമുക്ക് എവിടെ ഒരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ടെങ്കിലും അവിടെ ഒരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. ആ റിയാക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സർഫസിന് 90 ഡിഗ്രി ആയിട്ടായിരിക്കും ആ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. സർഫസിന് 90 ഡിഗ്രി ആയിട്ടാണ് ആ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ നമുക്കൊരു സ്ട്രിങ് ഉണ്ട്, എ ബി എന്ന് പറഞ്ഞൊരു സ്ട്രിങ്. ആ സ്ട്രിങ്ങിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നത് ടെൻഷൻ ആണ്. സ്ട്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്നത് ടെൻഷൻ ആണ്. ടെൻഷൻ എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ടെൻഷൻ ബോഡിയുടെ പുറത്തേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രിങ്ങിന്റെ ഡയറക്ഷനിൽ ഒരു ടെൻഷൻ ആക്ട് ചെയ്യും. ഇങ്ങനെയാണ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. ടെൻഷൻ ടി എ ബി അല്ലെങ്കിൽ ടി ബി എ, ടി ബി എ ആക്ടിങ് എവേ ഫ്രം ദ ബോഡി. അപ്പോൾ
ടെൻഷൻ ആക്ടിങ് എവേ ഫ്രം ദ ബോഡി. അപ്പൊ എന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ഇതാണ്ടേ ഈ ഡയറക്ഷനിലേക്ക് നമുക്ക് എന്തുണ്ട്, ഒരു റിയാക്ഷൻ ഉണ്ട്. റിയാക്ഷൻ RC. റിയാക്ഷൻ RC. പിന്നെ ഡൗൺവേർഡില് വെയിറ്റ് ഓഫ് ദ ബോഡി. വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ടിങ് ഡൗൺവേർഡ്സ്. W ആക്ടിങ് ഡൗൺവേർഡ്സ്. പിന്നെന്താണ്, ഇവിടെ ടെൻഷൻ ഉണ്ട്. ഇതാണ്ടേ ഇങ്ങനെ ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. TBA. സോ ഇതാണ് ഫ്രീ ബോഡി. അപ്പോൾ നമുക്കൊരു ബോഡി തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് എന്ത് ചെയ്യുക, അതിന്റെ വെയിറ്റ് കൺസിഡർ ചെയ്യാം. വെയിറ്റ് എപ്പോഴും വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി അതിനകത്ത് സ്ട്രിങ് വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്ട്രിങ്ങിനകത്ത് ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. ടെൻഷൻ ആക്ടിങ് എവേ ഫ്രം ദ ബോഡി. നമുക്ക് തന്നിരിക്കുന്ന ബോഡി ഏതെങ്കിലും സർഫസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, അവിടെ ഒരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. ആ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് സർഫസിന് 90 ഡിഗ്രി ആയിട്ടായിരിക്കും റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. ഇനി ഞാൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞു റേച്ചൽ. ചെയ്യാലോ, ചെയ്യാം. സോ ഇതൊരു സർക്കുലർ ബോൾ ആണ്. ഈ സർക്കുലർ ബോളിന്റെ ഒരു സൈഡിൽ ഒരു റഫ് സർഫസുമായിട്ട് കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുന്നു. ഇതാ നമ്മുടെ ഫിഗർ. ഇനി ഇതിന്റെ ഒരു സൈഡിൽ ഒരു സ്ട്രിങ്ങും കൂടെ ഉണ്ട്. ഇതിന്റെ സെന്ററിൽ നിന്ന് കണ്ടേ ഇങ്ങനെ ഒരു സ്ട്രിങ്ങും വെച്ച് ടൈ ചെയ്തിട്ടുണ്ട്. ഇതാണ്ടേ ബോഡി അണ്ടർ ഇക്വിലിബ്രിയം. ഈ ഫസ്റ്റ് ഫിഗർ നോക്കുക. അപ്പോൾ ഒരു ബോൾ ഉണ്ട്. ആ ബോള് ഒരു സർഫസിലേക്ക് കോണ്ടാക്ട് ആയിട്ടിരിക്കുന്നു അറ്റ് പോയിന്റ് C. പിന്നെ ബോളിന്റെ സെന്ററിൽ നിന്ന് ആ സർഫസിലേക്ക് ഒരു സ്ട്രിങ് വെച്ച് ടൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് കൺസിഡർ ചെയ്യണം? ബോഡിയുടെ വെയിറ്റ് കൺസിഡർ ചെയ്യണം. ബോഡിയുടെ വെയിറ്റ് എപ്പോഴും എങ്ങോട്ടായിരിക്കും? ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബോഡിയുടെ വെയിറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് വരയ്ക്കുന്ന ഡയഗ്രാം. ബോഡിയുടെ വെയിറ്റ് W ആക്ടിങ് ഡൗൺവേർഡ്സ്. അപ്പൊ ഏത് ബോഡി കൺസിഡർ ചെയ്ത് പറഞ്ഞോളൂ. ഈ സ്പിയർ ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടാണ് വെച്ചേക്കുന്നത്. സ്പിയർ എങ്ങനെ വെച്ചിരുന്നാലും വെയിറ്റ് ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ സ്പിയർ ഇങ്ങനെ ചരിഞ്ഞ് വെച്ചിരുന്നാലും ഏതൊരു ഷേപ്പിൽ വെച്ചിരുന്നാലും വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ടിങ് ഡൗൺവേർഡ് ആയിരിക്കും എങ്ങനെ വെച്ചിരുന്നാലും. ഇനി എന്താ, ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ്ങിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന എന്താന്നാ പറഞ്ഞത്? സ്ട്രിങ്ങിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടെൻസൈൽ ഫോഴ്സ് ആണ്. ആ ടെൻസൈൽ ഫോഴ്സ് ഇതാണ്ടേ ബോഡിയുടെ പുറത്തേക്കായിട്ട് ആക്ട് ചെയ്യും. ടെൻഷൻ അത് BA എന്നോ AB എന്നോ ഒക്കെ എഴുതാം. ഇനി ഇതാണ്ടേ ഈ സ്പിയർ അല്ലെങ്കിൽ ഈ ബോൾ ഇവിടെ ഒരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ട്. ഒരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇത് കണക്ക് തന്നെ ഒരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. പക്ഷെ ആ റിയാക്ഷൻ എന്ന് വെച്ചാൽ ബോഡിയുടെ സെന്ററിലേക്കായിരിക്കും അത് വരുന്നത്. റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ബോഡിയുടെ സെന്ററിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് റിയാക്ഷൻ C. ഇത് C പോയിന്റ് എന്നാണ് എടുത്തിരുന്നത്. അപ്പോൾ റിയാക്ഷൻ C ആക്ടിങ് ടുവേർഡ്സ് ദ സെന്റർ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഈ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് പ്രൊവൈഡഡ് ഈ ബോളിന്റെ വെയിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ യൂസിങ് ലാമീസ് തിയറം. അപ്പോൾ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റുക?
Reaction RC acting towards right side. Reaction RC acting towards right side. Weight of the body acting downwards. W acting downwards. ഇനി നമുക്കൊരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ട് TBA. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം. നമുക്ക് എന്താ ഉള്ളത്? 3 ഫോഴ്സസ് ആണുള്ളത്. ഈ ഫോഴ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനകത്ത് ഏതെങ്കിലും ഒരു ഫോഴ്സ്, ഇപ്പോൾ വെയിറ്റ് ഓഫ് ദ സ്പിയർ നമുക്ക് അറിയാമെങ്കിൽ ഈ സ്പിയറിൽ ആക്ട് ചെയ്യുന്ന ടെൻഷനും അതേ കണക്ക് തന്നെ റിയാക്ഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ലാമീസ് തിയറം. ഓക്കെ ആണോ? Yes, sir. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും എക്സാമിന് ചോദിക്കുന്നതാണ്. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ടേ നമുക്ക് ഫോഴ്സസും റിയാക്ഷൻസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് പറയാമോ? അടുത്ത എക്സാമ്പിൾ പറയാമോ? സോ പ്ലീസ് റെസ്പോണ്ട്. എന്തെങ്കിലും ഒന്ന് പറയൂ. Yes, sir. സോ നെക്സ്റ്റ് ഫിഗർ നോക്കിക്കേ. ഇവിടെ നമുക്കൊരു ബോൾ ഉണ്ട്. ആ ബോൾ ഇരിക്കുന്ന സർഫസ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആ സർഫസ് ഇരിക്കുന്നത്. ഇത് കണക്ക് തന്നെ എന്ത് ചെയ്യുന്നു? ഒരു ത്രെഡ് വെച്ച് ടൈ ചെയ്യുന്നു. ഈ നേരത്തെ പറഞ്ഞ എന്താണ്? നമ്മൾ വെയിറ്റ് മാർക്ക് ചെയ്യുക. വെയിറ്റ് എന്തായാലും ഞാൻ ഇത് വേണമെങ്കിൽ ഒന്ന് വരച്ച് കാണിച്ചു തരാം. സോ ഒരു ഇൻക്ലൈൻ സർഫസ്, ഈ ഇൻക്ലൈൻ സർഫസിന്റെ മുകളിൽ നമുക്കൊരു ബോൾ ഇരിക്കുന്നു. ഒരു സർക്കുലർ ബോൾ ഇരിക്കുന്നു. ഇതിനെ നമ്മളൊരു ത്രെഡ് വെച്ച് ടൈ ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് മൂവ് ചെയ്യാതിരിക്കാനായിട്ട് ഒരു ത്രെഡ് വെച്ച് ടൈ ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ എന്താ മാർക്ക് ചെയ്യേണ്ടത്? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഫസ്റ്റ് എന്ത് മാർക്ക് ചെയ്യണം? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ. വേണമെങ്കിൽ നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഇത് A പോയിന്റ്, B point and C point. A point, B point and C point. ഇനി നമുക്ക് ആദ്യം മാർക്ക് ചെയ്യേണ്ടത് എന്താ? വെയിറ്റ് മാർക്ക് ചെയ്യുക. വെയിറ്റ് ഓഫ് ദ ബോഡി. വെയിറ്റ് ഓഫ് ദ ബോഡി എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ബോഡിയുടെ വെയിറ്റ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? Vertically downwards. Weight of the body will be acting vertically downwards. W acting downwards. ഇനി നമുക്ക് എന്താ? ഇവിടെ ഒരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ട്. ആ കോണ്ടാക്ട് പോയിന്റിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. ഇതാണ്ട് അപ്പൊ റിയാക്ഷൻ വരയ്ക്കുക. ഇനി ഈ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഈ കോണ്ടാക്ട് സർഫസിൽ നിന്ന് 90 ഡിഗ്രി ആയിട്ടായിരിക്കും റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. കോണ്ടാക്ട് സർഫസിൽ നിന്ന് 90 ഡിഗ്രി ആണ് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി എന്തും കൂടെ ഉണ്ട്? ഇവിടെ ഒരു ത്രെഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടൈ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ്ങിൽ എന്തായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. ടെൻഷൻ TBA. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പിയർ അല്ലെങ്കിൽ ഈ ഒരു സർക്കുലർ ബോളിൽ നമുക്ക് 3 ഫോഴ്സസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി അത് ഫ്രീ ബോഡി ഡയഗ്രാം സോൾവ് ചെയ്യാനായിട്ട് വരയ്ക്കുകയാണെങ്കിൽ വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ടിങ് ഡൗൺവേർഡ്. വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്. ഇനി നമുക്ക് TBA വരയ്ക്കാം. അതെന്താണ്? ഒരു ഇൻക്ലിനേഷനിലാണ് TBA. W ആക്ടിങ് ഡൗൺവേർഡ്സ്. പിന്നെന്താണ്? ഇത് റിയാക്ഷൻ C. റിയാക്ഷൻ സിയും ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. റിയാക്ഷൻ C. ക്ലിയർ ആണോ എങ്ങനെയാണ് ഇത് വരച്ചെന്നുള്ളത്? Yes, sir. ഫ്രീ ബോഡി ഡയഗ്രാം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഉണ്ടോ? അത് അടുത്ത ക്വസ്റ്റ്യൻ പറയാവോ? അടുത്ത എക്സാമ്പിള്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ്ട് അടുത്ത തേർഡിന്റെ നോക്കിക്കേ. ഇവിടെ അത് വരച്ച് പറയുന്നതായിരിക്കും നല്ലത്. സി, ഇവിടെ എന്താണ് ഈ എക്സാമ്പിൾ നമുക്കൊരു സർക്കുലർ ബോൾ ഉണ്ട്, ഒരു ത്രെഡ് ടൈ ചെയ്യുന്നുണ്ട്, അതിന്റെ ടോപ്പിലും ബോട്ടത്തിലും പക്ഷെ എന്താണ് ഒരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ട്. ഇത് കണക്കൊരു ബോള്. സോ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്നത് സ്പിയർ ആണ്. ആ സ്പിയർ എന്താണ് ഒരു വെർട്ടിക്കൽ സർഫസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു, ഒരു ഹൊറിസോണ്ടൽ സർഫസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്താ വരയ്ക്കണ്ടേ? നമുക്കൊരു ഗീവൺ ബോഡി തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിൽ എന്ത് വരയ്ക്കുക? വെയിറ്റ് മാർക്ക് ചെയ്യുക. വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ടിങ് ഡൗൺവേർഡ്സ്. അപ്പോൾ വെയിറ്റ് നമ്മൾ ആദ്യമേ അങ്ങ് മാർക്ക് ചെയ്യുക, W ആക്ടിങ് ഡൗൺവേർഡ്സ്. ഇനി നോക്കിക്കേ, ഇവിടെ സി എന്ന് പറഞ്ഞ പോയിന്റ് ഒരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ട്, ഡി എന്ന് പറഞ്ഞിടത്തും ഒരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ രണ്ടും എന്ത് ഡെവലപ്പ് ചെയ്യും? റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. റിയാക്ഷൻ എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ടുവേർഡ്സ് ദ സെന്റർ ആണോ, എവേ ഫ്രം ദ ബോഡി ആണോ? ഇപ്പൊ സി എന്ന് പറഞ്ഞ പോയിന്റും ഡി എന്ന് പറഞ്ഞ പോയിന്റും എന്തുണ്ട്? ഒരു സർഫസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. റിയാക്ഷൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? റിയാക്ഷൻ വിൽ ബി ആക്ടിങ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ ബോഡി. റിയാക്ഷൻ ഡി. ഇനി ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞായിരുന്നു, ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ കോണ്ടാക്ട് സർഫസിൽ നിന്ന് 90 ഡിഗ്രി ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി നോക്കിയേ, ഈ റിയാക്ഷൻ സി എങ്ങനെയാണ്? ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ ബോഡി ആക്ട് ചെയ്യുന്നു. റിയാക്ഷൻ സി ഇത് എന്താണ്? 90 ഡിഗ്രി വിത്ത് കോണ്ടാക്ട് സർഫസ്. സർ ഹലോ. പറഞ്ഞോളൂ അല്ല. സർ പക്ഷെ സിയില് വരുന്ന ഇത് അത് അവിടെ ശരിക്കും ഫോഴ്സ് ഉണ്ടോ? ജസ്റ്റ് മുട്ടി നിൽക്കല്ലേ? കോണ്ടാക്ട് പോയിന്റ് എല്ലാം നമുക്ക് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. എവിടെ രണ്ട് സർഫസ് തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നു അവിടെയൊക്കെ റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പം ഈ ഗ്രാവിറ്റേഷൻ അതാണ് നമ്മൾ വെയിറ്റ് ആയിട്ട് എടുക്കുന്നത്. വെയിറ്റ് W, വെയിറ്റ് എന്താണ്? ഗ്രാവിറ്റി ഫോഴ്സ് താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതാണ് ബോഡിയുടെ വെയിറ്റ് W. മനസ്സിലായി, ഞാൻ കണ്ടില്ല. ഇനി എന്തെങ്കിലും കൂടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ ഇതിനകത്ത്? ടെൻഷൻ, സ്ട്രിങ്ങിന്റെ ടെൻഷൻ. ഇതാണ്ട് സ്ട്രിങ് കൊടുത്തിരിക്കുന്ന ഡയറക്ഷനിൽ തന്നെ ആണ് ടെൻഷനും വരുന്നത്. സോ ടെൻഷൻ എന്താണ്? ആക്ടിങ് എവേ ഫ്രം ദ ബോഡിയാണ്. TBA. ടെൻഷൻ ആക്ടിങ് എവേ ഫ്രം ദ ബോഡി. TBA. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സർഫസിൽ എന്ത് വന്നു? നമുക്ക് 1, 2, 3, 4 നാല് ഫോഴ്സസ് ആണ് വന്നത്. റിയാക്ഷൻ RC ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് റൈറ്റ് സൈഡിലേക്ക്. റിയാക്ഷൻ RC ആക്ട് ടുവേർഡ്സ് റൈറ്റ് സൈഡ്. ടെൻഷൻ TBA, ഒരു ഇൻക്ലൈൻഡ് ടെൻഷൻ TBA. ഇത് ഏത് ക്വാഡ്രന്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഈ ടെൻഷൻ? ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. ഈ ടെൻഷൻ TBA ഏത് ക്വാഡ്രന്റിലേക്ക് ആക്ട് ചെയ്യുന്നത്? പറഞ്ഞേ. ടെൻഷൻ BA ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? നമുക്ക് 4 ക്വാഡ്രന്റ് അല്ലേ ഉള്ളത്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്.
സെക്കൻഡ് ക്വാർട്ടറിനാ. സെക്കൻഡ് ക്വാഡ്രന്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റ്. ഇനി നമുക്ക് എന്താ മാർക്കാം? ഡബ്ല്യു മാർക്കാം. ഡബ്ല്യു എന്താണ്? ഡൗൺവേർഡ് ഡയറക്ഷൻ ടുവേർഡ്സ് എന്താണ് നെഗറ്റീവ് വൈ ആക്സിസിലേക്കാണ് വെയിറ്റ് ആക്ട് ചെയ്യുന്നത്, ഡബ്ല്യു ആക്ട് ചെയ്യുന്നത്. ഡബ്ല്യു എന്താണ്? Sir. ആർ ഡി പറഞ്ഞോളൂ. സർ ആ സ്ട്രിങ്ങിന്റെ ടെൻഷൻ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ? അല്ലല്ല, സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ഏത് ഡയറക്ഷൻ ആണെന്ന് നോക്കിക്കേ. ഇതാണ്ട് നമുക്ക് 4 ക്വാഡ്രന്റ് ആണുള്ളത്. ഇതാണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഇങ്ങനല്ലേ ടെൻഷൻ ആക്ട് ചെയ്യുന്നത്? ഈ ഒരു ഡയറക്ഷനല്ലേ ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. അപ്പൊ അത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് ഈ ഒരു ഡയറക്ഷനിലായിരിക്കണം വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ. സർ ആ സ്പിയറിന്റെ സെന്ററിൽ നിന്നല്ലേ അതെ, സ്പിയറിന്റെ സെന്ററിൽ നിന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഞാൻ തോന്നുവാണെങ്കിൽ വരച്ചു കാണിച്ചു തരാം. സ്പിയറിന്റെ സെന്റർ ഇതാണ്ടേ, സ്പിയറിന്റെ സെന്റർ വെച്ചിട്ടാണ് നമ്മൾ ഇത് ക്വാഡ്രന്റ് ഡിവൈഡ് ചെയ്യുന്നത്. കണ്ടോ? ഇപ്പൊ ശരിയായോ? 1 2 3 4. ഓക്കെ. ഇനി നമുക്ക് എന്താ ആർ ഡി എന്നും പറഞ്ഞൊരു റിയാക്ഷൻ ഉണ്ട്. ആർ ഡി എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? അപ്വേർഡ് ഡയറക്ഷൻ. ആർ ഡി ആക്ടിങ് അപ്വേർഡ്സ്. സോ ഇതാണ് ഈ തന്നിരിക്കുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത്. ഫ്രീ ബോഡി ഡയഗ്രം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? കണ്ടിന്യൂ ചെയ്യാമോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. കണ്ണ് നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. ഫോർത്ത് വൺ ഇതിനകത്ത് സിമ്പിൾ ആണ്. നമുക്ക് എന്താണ് സെന്റർ ചെയ്യുന്നത്? അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം ആണ് റൈറ്റ് പോർഷനിൽ വരച്ചിരിക്കുന്നത്. അപ്പോ എന്താണ് വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ്, ഡബ്ല്യു സി ആക്ടിങ് ഡൗൺവേർഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ് എയും ബിയിലും കോണ്ടാക്ട് സർഫസ് ഉണ്ട്. അപ്പൊ എന്താണ് എയിലും ബിയിലും റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ആ റിയാക്ഷൻ എന്താണ്? ആ കോണ്ടാക്ട് സർഫസിന് 90 ഡിഗ്രി ആയിട്ടാണ് റിയാക്ഷൻ വരുന്നത്. ഫോർത്ത് വൺ മനസ്സിലായിട്ടുണ്ടോ എല്ലാവർക്കും? എന്തെങ്കിലും സംശയം ഉണ്ടോ അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിരിക്കുന്നത്? അതെ, ഇത് കണക്കൊരു ബോളാണ്. രണ്ട് സൈഡിലും ഇങ്ങനെയാണ് നിൽക്കുന്നത്. പോയിന്റ് സർ ഇതിനകത്ത് ടെൻഷൻ ആക്ട് ചെയ്യുന്നില്ലേ? ഇവിടെ നമുക്ക് സ്ട്രിങ് ഇല്ല. സ്ട്രിങ് ഉണ്ടെങ്കിൽ മാത്രമേ ടെൻഷൻ വരത്തുള്ളൂ. പറഞ്ഞോളൂ. ഇപ്പം ആ എയും ബിയും മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ടെൻഷൻ വന്നൂടെ? ഇല്ല, ടെൻഷൻ വരുവാണെങ്കിൽ അവിടെ സ്ട്രിങ് ഉണ്ടെങ്കിൽ മാത്രമേ ടെൻഷൻ വരുള്ളൂ. ത്രെഡ് വെച്ച് ടൈ ആണെങ്കിൽ ഒരു സ്ട്രിങ് വെച്ച് ടൈ ചെയ്യാണെന്നൊക്കെ പറഞ്ഞാലേ ടെൻഷൻ വരുള്ളൂ. അല്ലാത്ത കേസിലൊന്നും ടെൻഷൻ വരൂല. ഇപ്പൊ എന്താണ് ഇതൊരു സർഫസ് ആണ്. രണ്ട് സർഫസിന്റെ ഇടയ്ക്ക്, രണ്ട് റിജിഡ് സർഫസിന്റെ ഇടയ്ക്ക് ഒരു ബോൾ ഇരിക്കുകയാണ്. സി എന്ന് പറഞ്ഞൊരു ബോൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇതിന്റെ വെയിറ്റ് കൺസിഡർ ചെയ്യുക. വെയിറ്റ് എങ്ങനെയായിരിക്കും? വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് വെയിറ്റ് ആക്ട് ചെയ്യും. ഡബ്ല്യു വെയിറ്റ്. ഈ എയും ബിയും എന്താണ്? കോണ്ടാക്ട് പോയിന്റ് ആണുള്ളത്. അപ്പൊ എയിലും ബിയിലും റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. റിയാക്ഷൻ ആർ എ. അതെങ്ങനെയായിരിക്കും?
90 Towards ഡിഗ്രി center. ആയിട്ടായിരിക്കും. Towards center, 90 degree to with reference to surface. അപ്പോൾ ഇവിടെ റിയാക്ഷൻ ബി ആണ്. റിയാക്ഷൻ ബി എന്താണ്, സർഫസിൽ 90 ഡിഗ്രി ആയിട്ട് ആക്ട് ചെയ്യും. സർ അപ്പം ക്വസ്റ്റ്യൻ വരുമ്പോ ഇങ്ങനത്തെ ഒരു ഫിഗർ തന്നിട്ട് നമ്മളത് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാം. ഇത് കണക്കൊരു ബോൾ തരും. ഈ ബോൾ തന്നിട്ട് ഇതിന്റെ RAയുടെ റിയാക്ഷൻ RBയുടെ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അത് കണക്കിന്റെ ബോളിന്റെ വെയിറ്റ് ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റിയാക്ഷൻ എ, റിയാക്ഷൻ ബി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബോളിന്റെ വെയിറ്റ് ക്വസ്റ്റ്യനിൽ തരും. 50 ന്യൂട്ടൺ എന്ന് പറഞ്ഞൊരു വെയിറ്റ് ക്വസ്റ്റ്യനിൽ തരും. അപ്പൊ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്താൽ മതി, അങ്ങനെയാണോ? അത് പ്രോബ്ലം ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് വരയ്ക്കുക. വരച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. എന്താ, വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ്, നെഗറ്റീവ് y ഡയറക്ഷനിലായിരിക്കും വെയിറ്റ് വരുന്നത്. എല്ലാ വെയിറ്റും അങ്ങനെ തന്നെ ആക്ട് ചെയ്യുന്നത്. വെയിറ്റ് എപ്പോഴും ഇങ്ങനെ ഡൗൺവേർഡ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നത്. പിന്നെ എന്താ, റിയാക്ഷൻ RA, അത് ഏത് ക്വാഡ്രന്റിലേക്കാണ് വരുന്നത്? റിയാക്ഷൻ RA, ഇത് RB ആ വരച്ചിരിക്കുന്നത്. റിയാക്ഷൻ RB ഏതാണ്ട് ഇങ്ങനല്ലേ പോകുന്നത്. അത് കണക്കിന് RA ഇങ്ങനെ വരും. റിയാക്ഷൻ RB, റിയാക്ഷൻ ഇത് RA, റിയാക്ഷൻ RA ഇങ്ങനെ പോകുന്നു. റിയാക്ഷൻ RB അതാണ്ട് ഇങ്ങനെ വരുന്നു. RA ഫസ്റ്റ് ക്വാഡ്രന്റിലും വരും, RB സെക്കൻഡ് ക്വാഡ്രന്റിലും വരും. ഇവിടെ 3 ഫോഴ്സേ ഉള്ളൂ. 3 ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലാമീസ് തിയറം വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. മനസ്സിലായിട്ടുണ്ടോ? ഹലോ, ഇനി 5th ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5th ക്വസ്റ്റ്യനിലെ 5th എക്സാമ്പിൾ. ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് 2 ബോൾ ഉണ്ട്. ഞാൻ വരച്ച് പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ നമുക്ക് എത്ര സ്പിയറാണ് ഉള്ളത്? 2 സ്പിയർ ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ആദ്യം A എന്ന് പറഞ്ഞ സ്പിയറിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. രണ്ടാമത് B എന്ന് പറഞ്ഞ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, A എന്ന് പറഞ്ഞ ബോഡി നോക്കാം. ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം എന്ത് ചെയ്യണം? A എന്ന് പറഞ്ഞ സ്പിയറിനകത്ത് ആദ്യം എന്താ വരയ്ക്കാൻ പറഞ്ഞത്?
വെയിറ്റ് പറഞ്ഞോ. വെയിറ്റ് അങ്ങോട്ട് ആക്ട് ചെയ്യും, താഴോട്ട് വെർട്ടിക്കലി ഡൗൺ. ആക്ടിങ് വേർട്ടിക്കലി ഡൗൺവേർഡ്സ്. അപ്പൊ നമുക്കിത് WA എന്ന് കൊടുക്കാം, സ്പിയർ എയുടെ വെയിറ്റ് WA. ഇനി എന്തൊക്കെ വരയ്ക്കണം? ഈ സ്പിയർ എ എവിടൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ നോക്കിക്കേ. ഏതൊക്കെ പോയിന്റിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്? C, D and F. C, D and F. അപ്പോ എന്താ പറഞ്ഞത്? കോണ്ടാക്ട് പോയിന്റ് എല്ലാം എന്ത് ഡെവലപ്പ് ചെയ്യും? റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്യും. ആ റിയാക്ഷൻസ് എങ്ങോട്ട് ആക്ട് ചെയ്യും? ടുവേർഡ്സ് ബോഡി ആക്ട് ചെയ്യും. അല്ലെങ്കിൽ ബോഡിയുടെ സെന്ററിലേക്ക് ആക്ട് ചെയ്യും. ഇവിടെ നമുക്ക് ആദ്യം റിയാക്ഷൻ D, RD, അത് സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് അടുത്ത C പോയിന്റിൽ എന്താണ്? ഒരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നു. റിയാക്ഷൻ C 90 ഡിഗ്രി. ഇനി ഇതാണ്ടേ ഈ F എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താണ്? അതും ഒരു കോണ്ടാക്ട് പോയിന്റ് ആണ്. അവിടെയും എന്ത് ചെയ്യും? റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ടുവേർഡ്സ് എ സ്പിയറിലേക്ക് ആക്ട് ചെയ്യുന്നത് നമുക്ക് RAB എന്ന് കൊടുക്കാം. ഇത് കണക്ക് തന്നെ ഈ കോണ്ടാക്ട് പോയിന്റിന് സ്പിയർ ബിയിലേക്കും ഡെവലപ്പ് ചെയ്യും. അത് RBA എന്ന് കൊടുക്കാം. RABയും RBAയും അത് രണ്ടും സെയിം ആയിരിക്കും. അത് RABയും reaction RAB will be equal to RBA. അത് ഓർത്തിരിക്കുക. കോണ്ടാക്ട് സർഫസ് ആണ്. കോണ്ടാക്ട് സർഫസിൽ എന്താണ്? രണ്ട് സ്പിയർ തമ്മിലുള്ള കോണ്ടാക്ട് സർഫസ് ആണ്. അപ്പോൾ അവിടെ എന്താണ്? റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. ഇത് RAB ടുവേർഡ്സ് സ്പിയർ എ, RBA ടുവേർഡ്സ് സ്പിയർ ബി. അപ്പോൾ ഈ രണ്ട് റിയാക്ഷൻ വാല്യൂസും വൺ ആൻഡ് ദ സെയിം ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്പിയർ എയിൽ വരുന്നത്. പറഞ്ഞോ. ഈ സൈൻ കൺവെൻഷൻസ് യൂസ് ചെയ്യോ ഈ റിയാക്ഷന്? അതൊക്കെ അത് പ്രോബ്ലം വരുമ്പോൾ ഞാൻ പറയാം എങ്ങനെ. ഇതിപ്പോ നിങ്ങൾ ആദ്യം നമ്മൾ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ പ്രോബ്ലംസ് ഉണ്ട് ചെയ്യാനായിട്ട്. 3 സ്പിയറും 2 സ്പിയറും വരുന്ന പ്രോബ്ലംസ് എല്ലാം ഉണ്ട്. അപ്പൊ പ്രോബ്ലംസ് പറയുമ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ എങ്ങനെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണമെന്ന് മനസ്സിലാക്കുക. ഇത് തെറ്റിപ്പോയാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സൈൻ കൺവെൻഷൻ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്പിയർ ബിയിൽ എന്തൊക്കെ വരയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞേ. വെയിറ്റ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. WB ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. പിന്നെന്താണ്? നമുക്കൊരു റിയാക്ഷൻ E ഉണ്ട്. റിയാക്ഷൻ E സർഫസിൽ നിന്ന് 90 ഡിഗ്രി ആക്ട് ചെയ്യുന്നു. സർഫസിൽ നിന്ന് 90 ഡിഗ്രി ആക്ട് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായിട്ടില്ലെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 സ്പിയർ 3 സ്പിയറും വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് യൂഷ്വലി ചോദിക്കുന്നത് എക്സാമിന്. എല്ലാവരും നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. 2 സ്പിയർ വരുന്നതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം. അത് കണക്ക് തന്നെ പാർട്ട് എയിൽ നമുക്കൊരു എന്താണ് 4 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ഫ്രീ ബോഡി ഡയഗ്രാം മാത്രം വരയ്ക്കാനായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഒരു 4 മാർക്കോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഒക്കെ ചോദിക്കാം. നമുക്കത് മനസ്സിലായിട്ടുണ്ടോ നോക്കിക്കേ. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ചോദിച്ചേ. സാർ ഒന്നുകൂടി പറയുമോ? ഏതാണ്? പറഞ്ഞോളൂ. TBA-AB എന്ന് പറയുന്നത് അത് റിയാക്ഷൻ ആണോ അതോ? അത് തന്നെ, അത് റിയാക്ഷൻ ആണ്. നമ്മൾ പേര് വേറെ കൊടുത്തേക്കുന്നുള്ളൂ. ഈ RABയും RBAയും തന്നെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. റിയാക്ഷൻ എല്ലാം റിയാക്ഷൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്യുക. ഇപ്പൊ ത്രെഡ് കൊടുത്തിരിക്കുകയാണെങ്കിൽ മാത്രമേ T കൊടുക്കാറുള്ളൂ, ടെൻഷൻ കൊടുക്കാറുള്ളൂ. അത് പല ടെക്സ്റ്റ് ബുക്കിലും പല രീതിയിൽ കൊടുക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ TBA TAB എന്ന് പഠിക്കേണ്ട, RBA RAB എന്ന് പഠിച്ചാൽ മതി. അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് റിയാക്ഷൻ തന്നെയാണ്, ടെൻഷൻ അല്ല.
കോണ്ടാക്ട് സർഫസ് ആണല്ലോ. Yes, sir. ദേവിക ഈ പ്രോബ്ലം ആണോ, അല്ലെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണോ ഒന്നുകൂടി പറയണമെന്ന് പറഞ്ഞേ? സാർ ആ ഡയഗ്രാം ഒന്ന് വരയ്ക്കുന്നത്. അപ്പൊ നോക്കിക്കോ, ഇത് സ്പിയർ എ. അപ്പോ സ്പിയർ എ നമുക്ക് ഏതൊരു സാധനം കിട്ടിയാലും ആദ്യമേ നമ്മൾ അതിന്റെ എന്ത് മാർക്ക് ചെയ്യണം? വെയിറ്റ് മാർക്ക് ചെയ്യണം. വെയിറ്റ് എപ്പോഴും എങ്ങനെ ആയിരിക്കും? ടുവേർഡ്സ് ഡൗൺവേർഡ് ആയിരിക്കും മാർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആക്സിസിൽ പറഞ്ഞാൽ നെഗറ്റീവ് വൈ ആക്സിസിലേക്ക് എന്ത് മാർക്ക് ചെയ്യാം? വെയിറ്റ് ഓഫ് ദ ബോഡി മാർക്ക് ചെയ്യാം. ഇത് ഡബ്ല്യു എ. ഇത് കണക്ക് ഒന്നും കൂടെ ഉണ്ട്, വെയിറ്റ് ബിയും കൂടെ ഉണ്ട്. അപ്പൊ ആദ്യമേ ഈ രണ്ട് സ്പിയറിന്റെയും വെയിറ്റ് അങ്ങ് മാർക്ക് ചെയ്ത് ഡബ്ല്യു എ ഡബ്ല്യു ബി. ഓക്കെ ആണോ? ഓരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഇത് മനസ്സിലായോ ദേവിക? ഹലോ, ഓക്കെ. അപ്പോൾ നമുക്ക് ഏതൊരു ഒബ്ജക്റ്റ് തന്നാലും ആദ്യമേ എന്ത് മാർക്ക് ചെയ്യുക? വെയിറ്റ് മാർക്ക് ചെയ്യുക. വെയിറ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ കോണ്ടാക്ട് പോയിന്റുകൾ നോക്കുക. അപ്പൊ നമുക്ക് ആദ്യം എ എന്ന് പറഞ്ഞ സ്പിയർ നോക്കാം. എ എന്ന് പറഞ്ഞ സ്പിയറിൽ എവിടെയൊക്കെ കോണ്ടാക്ട് പോയിന്റ് ഉണ്ട് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. സിയും ഡിയിലും കോണ്ടാക്ട് പോയിന്റ് ഉണ്ട്. അപ്പോ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. ആ റിയാക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്പിയറിന്റെ സെന്ററിലേക്കായിരിക്കും റിയാക്ഷൻ വരുന്നത്. അപ്പൊ എന്താണ്ടേ സിയിലെ കോണ്ടാക്ട് പോയിന്റ്, സിയിലെ റിയാക്ഷൻ സ്പിയറിന്റെ സെന്ററിലേക്ക് ആക്ട് ചെയ്യുന്നു, ആർ സി. ഇതാണ്ടേ ഡിയിലെ റിയാക്ഷൻ ആർ ഡി. ഓക്കെ. ഇനി ഇതാണ്ട് ഈ രണ്ട് സ്പിയറും കൂടി തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. അവിടെയും എന്ത് ഡെവലപ്പ് ചെയ്യും? അവിടെയും റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. ദേവിക കേൾക്കുന്നുണ്ടല്ലോ? ഇനി എഫ് എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടോ? എഫ് എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താണ്? എ എന്ന് പറഞ്ഞ സ്പിയറും ബി എന്ന് പറഞ്ഞ സ്പിയറും തമ്മിൽ കോണ്ടാക്ട് ചെയ്യാണ്. അവിടെ എന്ത് ചെയ്യും? റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഇത് റിയാക്ഷൻ ബി എ എങ്ങോട്ടാ ആക്ട് ചെയ്യുന്നത്? സ്പിയർ എയിലേക്ക് ആക്ട് ചെയ്യുന്നു. കണക്കിന് റിയാക്ഷൻ എ ബി. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പേര് കൊടുക്കാം കേട്ടോ. റിയാക്ഷൻ എ ബി ടുവേർഡ്സ് സ്പിയർ ബിയിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ റിയാക്ഷൻ ബി എ ഈസ് ഈക്വൽ ടു റിയാക്ഷൻ എ ബി എന്ന് വെച്ചാൽ രണ്ട് സ്പിയറിന്റെയും കോമൺ ആയിട്ടുള്ള കോണ്ടാക്ട് പോയിന്റ് ആണ്. അവിടെ എന്താണ്? രണ്ട് റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു. അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വാല്യൂസ് ആയിരിക്കും. ഇത്രയും മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി. ഇനി നമുക്ക് സ്പിയർ ബി എന്ന് നോക്കിക്കേ. സ്പിയർ ബിയിൽ ഇനി നമുക്ക് ഒരു റിയാക്ഷനും കൂടെ മാർക്ക് ചെയ്യാവുള്ളൂ. ഇ എന്ന് പറഞ്ഞൊരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ട്, കണ്ടോ? സ്പിയർ ബി സർഫസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന പോയിന്റ് ഇ എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് കണ്ടോ? കണ്ടു. അവിടെ നമുക്ക് എന്ത് ചെയ്യും? അവിടെ ഒരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. റിയാക്ഷൻ ഇ എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. സോ ഈ റിയാക്ഷൻസ് എല്ലാം എന്താണ്? ആ കോണ്ടാക്ട് സർഫസിന് 90 ഡിഗ്രി ആയിട്ടാണ് റിയാക്ഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. കോണ്ടാക്ട് സർഫസിന് 90 ഡിഗ്രീസ്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ചെയ്ത് നോക്കിയാലേ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. കണ്ടിന്യൂ ചെയ്യാമോ? സിക്സ്ത് വൺ. കഴിഞ്ഞത് ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ ഇതും ചെയ്യാൻ പറ്റും. നോക്കിക്കേ.
ഇതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് സംശയം തോന്നുന്നു നോക്കി. 6th വൺ നേരത്തെ മനസ്സിലായെങ്കിൽ ഇതും അതേ കണക്ക് തന്നെയാണ്. രണ്ട് സ്പിയർ ഉണ്ട്. രണ്ട് സ്പിയർ എ എന്ന് പറഞ്ഞ സ്പിയറിനകത്താണെങ്കിൽ സി എന്ന് പറഞ്ഞ പോയിന്റ് കോണ്ടാക്ട് പോയിന്റ് ആണ്, ഡി എന്ന് പറഞ്ഞ പോയിന്റ് കോണ്ടാക്ട് പോയിന്റ് ആണ്, പിന്നെ ഇ എന്ന് പറഞ്ഞ പോയിന്റ് സ്പിയർ എയും സ്പിയർ ബിയും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന കോമൺ പോയിന്റ് ആണ്. അപ്പൊ അതാണ്ട് ഇതാണ് സ്പിയർ എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം. എന്താണ് ആദ്യമേ നമ്മൾ വെയിറ്റ് WA ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നു. പിന്നെ എന്താണ് ഡി എന്ന് പറഞ്ഞൊരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ട്, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു റിയാക്ഷൻ ഡി ആക്ടിങ് അപ്വേർഡ് കൊടുക്കുന്നു. എന്താണ് സി എന്ന് പറഞ്ഞ കോണ്ടാക്ട് പോയിന്റിൽ റിയാക്ഷൻ സി ആക്ടിങ് ടുവേർഡ്സ് റൈറ്റ് സൈഡ്. പിന്നെ കോണ്ടാക്ട് പോയിന്റ് ആണ് ഇ എന്ന് പറഞ്ഞ രണ്ട് സർഫസിന്റെയും സ്പിയർ എയുടെയും സ്പിയർ ബിയുടെയും കോണ്ടാക്ട് പോയിന്റ് ആണ് ഇ എന്ന് പറഞ്ഞ പോയിന്റ്. അവിടെ നമുക്ക് എന്താണ് TBA എന്ന് പറഞ്ഞ റിയാക്ഷൻ ടുവേർഡ്സ് എയിലും TBAB എന്ന് പറഞ്ഞ റിയാക്ഷൻ ടുവേർഡ്സ് ബി സ്പിയറിലും ആക്ട് ചെയ്യും. അങ്ങനെ സ്പിയർ ബിയിൽ WB വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ഈ സ്പിയർ ബി എഫ് എന്ന് പറഞ്ഞൊരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ട്, അവിടുന്ന് റിയാക്ഷൻ എഫ് ഡെവലപ്പ് ചെയ്യുന്നു. സിക്സ്ത് വണ്ണും 7th വണ്ണും മനസ്സിലാവുന്നുണ്ടോ നോക്കിയിട്ട്? നോക്കി സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. അത് രണ്ടിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പറ്റുമെന്ന്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറയാം. പറഞ്ഞോളൂ. സെയിം മെത്തേഡ് തന്നെയാണ്. അതെ, സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ ഇത് നിങ്ങൾക്ക് ക്ലാസ് കഴിയുമ്പോൾ അയച്ചു തരാം. നിങ്ങളൊന്ന് തനിയെ സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഇത്രയും ഫിഗേഴ്സ്, ഈ ഒരു ഫിഗേഴ്സും തനിയെ തന്നെ ഇന്നൊന്ന് സോൾവ് ചെയ്യാൻ നോക്കുക എല്ലാവരും. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു പ്രോബ്ലം കൂടി ചെയ്യിപ്പിക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണത്. An electric light fixation weighing 150 Newton hangs from a point C by two strings AC and BC as shown in figure. Determine forces in the string AC and BC. നമ്മൾ ഈ ഫ്രീ ബോഡി വരയ്ക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് അതെടുത്ത് വരച്ചാൽ മതി, അതോ ഓരോ ഇതും ഇങ്ങനെ എടുത്ത് കാണിക്കണോ ലൈക് സെപ്പറേറ്റ് ആയിട്ട്? അല്ല, എനിക്ക് ക്ലിയർ ആയില്ല, നമുക്ക് ചോദിക്കാമോ? എങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണമെന്നാ ചോദിച്ചേ? അല്ല, ലൈക് മേളില് രണ്ട് ഫിഗർ ആയിട്ട് കാണിച്ചിട്ടില്ല, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണോ അതോ ഇപ്പം സർ ഇപ്പം എടുത്ത് വെച്ചേക്കുന്ന ഡയറക്റ്റ് അങ്ങ് കാണിച്ചാൽ മതിയോ? ഡയറക്റ്റ് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ വരച്ചു വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ എളുപ്പം ഉണ്ടാവും. ഇങ്ങനെ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പിയർ എ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്പിയർ ബി സോൾവ് ചെയ്യുന്നത്. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. മിസ്റ്റേക്സ് കുറഞ്ഞിട്ടും അത്രത്തോളം കോൺഫിഡന്റ് ആണെങ്കിൽ ഇതേ കണക്ക് തന്നെ വരച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് എല്ലാം കൂടി വരച്ചു വെക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫോഴ്സ് ഒക്കെ മിസ്സായി പോകും. അതുകൊണ്ട് എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതിനങ്ങനെ മാർക്ക് വേരിയേഷൻ വരത്തില്ല. ഈ ഒരു ഫിഗർ അതിനകത്ത് ഫ്രീ ബോഡി വരച്ചാലും സെപ്പറേറ്റ് ആയിട്ട് വരച്ചാലും മാർക്കൊക്കെ ഒന്ന് തന്നെയായിരിക്കും. സെപ്പറേറ്റ് ആയിട്ട് വരച്ചാലും മിസ്റ്റേക്ക് കുറഞ്ഞു കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പ്രോബ്ലം. നോക്കിക്കേ, 150 ന്യൂട്ടൺ എന്നും പറഞ്ഞ എന്തുണ്ട്, ഒരു ലൈറ്റ് സി എന്ന് പറഞ്ഞ പോയിന്റിന് ഹാങ് ചെയ്തിരിക്കുകയാണ്. ഈ ലൈറ്റിനെ BC എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് കൊണ്ടും അത് കണക്ക് തന്നെ AB എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് കൊണ്ടും എന്ത് ചെയ്യുന്നു, ടൈ ചെയ്ത് വെച്ചിരിക്കും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ, AC സ്ട്രിങ്ങിന്റെയും BC സ്ട്രിങ്ങിന്റെയും അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, അതായത് സ്ട്രിങ് ACയുടെയും സ്ട്രിങ് BCയുടെയും ഫോഴ്സസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യും?
പറഞ്ഞോ. 150 ന്യൂട്ടൺ എന്ന് പറയുന്നത് വെയിറ്റ് അല്ലേ? വെയിറ്റ് 150 ന്യൂട്ടൺ, ലൈറ്റിന്റെ വെയിറ്റ് ഓക്കെ. 150 ന്യൂട്ടൺ ദാണ്ടെ ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇതായിരുന്നു നമ്മുടെ പറഞ്ഞ സി എന്ന് പറഞ്ഞ ക്വസ്റ്റിന് തന്നിരിക്കുന്ന പോയിന്റ്. ഈ ലൈറ്റിന് എന്ത് ചെയ്യുന്നു? 2 സ്ട്രിങ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു സ്ട്രിങ് ദാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, അടുത്ത സ്ട്രിങ് ഇങ്ങനെയും പോകുന്നുണ്ട്. സ്ട്രിങ്ങിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ ആണ്. ടെൻഷൻ എങ്ങനെയായിരിക്കും? എവേ ഫ്രം ദ ബോഡിയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ടി സി എ എന്ന് പറഞ്ഞ ടെൻഷൻ ഇവിടെ വരും. അത് കണക്ക് തന്നെ ഇത് എ പോയിന്റ് ആണ്. ഇനി ഇത് കണക്ക് തന്നെ ടി സി ബി എന്ന് പറഞ്ഞ ടെൻഷൻ ഇവിടെയും വരും. ടി സി ബി. നോക്കിക്കേ, അപ്പൊ നമുക്ക് 2 അൺനോൺ ഫോഴ്സ് ഉണ്ട്, ഒരു നോൺ ഫോഴ്സ് ഉണ്ട്. 3 ഫോഴ്സസ് ആണുള്ളത്. ദേ ആർ ആക്ടിങ് അറ്റ് എ പോയിന്റ്. അപ്പൊ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ലാമീസ് തിയറം അപ്ലൈ ചെയ്യാം. ലാമീസ് തിയറം വെച്ച് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. 3 അൺനോൺ ഫോഴ്സസ് ആണുള്ളത്, 3 ഫോഴ്സസ് ആണുള്ളത്. അതിലൊന്ന് നോൺ ഫോഴ്സ് ആണ്. ഇതിനകത്ത് കുറച്ച് ആംഗിൾ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇത് കണ്ടോ? എ എന്ന് പറഞ്ഞ പോയിന്റ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി. നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്യാം. എക്വിലിബ്രിയമിന്റെ കണ്ടീഷൻ വെച്ചാണ് ലാമീസ് തിയറം വെച്ച് സോൾവ് ചെയ്യുന്നു. ലാമീസ് കഴിഞ്ഞ ക്ലാസ്സിൽ ലാമീസ് തിയറം പറഞ്ഞു തന്നില്ലേ? അതെ, ശരി ശരി. തെറ്റിപ്പോയി. ഈ ഒരു ആംഗിൾ 45 ഡിഗ്രീസ്. ഇനി ഒരു ആംഗിൾ കൂടി തന്നിട്ടുണ്ട്. അതാണ്ട് ബി വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി. ബി വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി. ഈ ഒരു ആംഗിൾ 60 ഡിഗ്രീസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ സിയുടെ പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ഇതും 45 ആയിരിക്കും. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇവിടെ 45 എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതും എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. 45 ഡിഗ്രി. മനസ്സിലായോ? ഇനി നോക്കിക്കേ, നമുക്ക് താണ്ടേ ഈ ആംഗിൾ ആണ് എന്ത് തന്നിരുന്നത്? 60 ഡിഗ്രി തന്നിരുന്നത്. അപ്പൊ നമ്മൾ താണ്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ, ഈ സി നിന്ന് ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഇതെന്തായിരിക്കും? ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്താൽ ഇവിടെ 90 ഡിഗ്രി വരും. അപ്പോൾ ഇത് 90 ഡിഗ്രി. ഈ ആംഗിൾ ക്വസ്റ്റിന് തന്നിരിപ്പുണ്ടായിരുന്നു 60 ഡിഗ്രി എന്ന്. 60 ഡിഗ്രി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടും? 30 ഡിഗ്രി. 30 ഡിഗ്രി. 30 ഡിഗ്രി. ഇനി ലാമീസ് തിയറം അപ്ലൈ ചെയ്യാൻ എന്താ വേണ്ടത്? നമുക്ക് ഫോഴ്സസിന് ഇടയ്ക്കുള്ള ആംഗിൾസ് ആണ് വേണ്ടത്. അപ്പോൾ ഇതെന്താണ്? ടി സി എക്കും 150ക്കും ഇടയ്ക്കുള്ള ആംഗിൾ വേണം. അത് എത്ര വരും എന്ന് പറഞ്ഞേ? ഇതെത്രയാ? 90 ഡിഗ്രി അല്ലേ വരുന്നത്? 150 വിത്ത് ഹൊറിസോണ്ടൽ എന്താണ്? 90 ഡിഗ്രീസ് ആണ്. അത് കണക്ക് തന്നെ ഇതും 135 90 ഡിഗ്രീസ് ആണ്. അപ്പോൾ ഈ ആംഗിൾ 135. 90 പ്ലസ് 45 ഡിഗ്രി 135. 90 പ്ലസ് 45 ഡിഗ്രി 135. അത് കണക്ക് തന്നെ ഇവിടെ എന്താണ്? 30 പ്ലസ് 90. ഈ ആംഗിൾ എത്ര വരും? 120 ഡിഗ്രി. ഇനി റിമൈനിങ് ഈ ഒരു ആംഗിൾ എന്ത് ചെയ്താൽ മതി? 360 മൈനസ് 120 പ്ലസ് മൈനസ് 120 മൈനസ് 135. എത്ര വരും അത്?
1 എന്താണ്? 105 ആണോ? Yes, sir. 105 ആണോ? (105°) ആ, 105. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ലാമീസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് മൂന്ന് ഫോഴ്സസ് ഉണ്ട്. ആ ഫോഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾസും ഉണ്ട്. ഇനി എന്ത് ചെയ്യാം? വി ക്യാൻ അപ്ലൈ ലാമീസ് തിയറം. ലാമീസ് തിയറം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് സർ TCA പറയൂ. സർ, ഈ ലാമിസ് തിയറം അപ്ലൈ ചെയ്യുന്ന ഈ ഈക്വിലിബ്രിയം അങ്ങനെ ആ ഒരു അങ്ങനെ അല്ലായിരുന്നു? ഒന്നുകൂടെ ഒന്ന്. ലാമീസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഫോഴ്സസ് കൺകറന്റ് ആയിരിക്കണം. കൺകറന്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഫോഴ്സസ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യണം. കണ്ടോ? ഇവിടെ നമുക്ക് ഫോഴ്സിൽ മീറ്റ് ചെയ്യണം. അത് കോപ്ലാനാർ ആയിരിക്കണം, കൺകറന്റ് ആയിരിക്കണം, ഇക്വിലിബ്രിയത്തിലും ആയിരിക്കണം. ബോഡി ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ലൈറ്റ് താഴത്തേക്ക് ഫോൾ ചെയ്യാൻ പാടില്ല. ലൈറ്റ് എന്തായിരിക്കും? അത് ഇക്വിലിബ്രിയം കണ്ടീഷനിലായിരിക്കും നിൽക്കുന്നത്. 3 ഫോഴ്സസേ ഉള്ളൂ. ആ 3 ഫോഴ്സും ഇക്വിലിബ്രിയത്തിലായിരിക്കണം. 3 കൂടുതൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ പറ്റത്തില്ലല്ലോ? ഇല്ല, 3 കൂടുതൽ ഉണ്ടെങ്കിൽ പറ്റത്തില്ല. 3 കോപ്ലാനാർ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ബി ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ ആണോ? ഇനി എന്താ ലാമീസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്? നമുക്ക് 3 ഫോഴ്സസ് ഉണ്ട്. ആ ഫോഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾസും തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലാമീസ് തിയറം അപ്ലൈ ചെയ്യാം. ഇനി TCA ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ അതർ 2 ഫോഴ്സസ്. അപ്പൊ TCA എടുത്താൽ ബാക്കി 2 ഫോഴ്സ് ഏതൊക്കെയാണ് ഉള്ളത്? TCBയും 150യും. അതിനിടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? 120. അങ്ങനെയാണ് TCA ഡിവൈഡഡ് ബൈ സൈൻ 120 വന്നത്. അങ്ങനെ TCB ഡിവൈഡഡ് ബൈ ബാക്കി 2 ഫോഴ്സ് ഏതൊക്കെയാണ്? TCAയും 150യും. അതിനിടയ്ക്കുള്ള ആംഗിൾ 135. ഇനി ഈസ് ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ സൈൻ 105. ഓക്കെ ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞത് ലാമീസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായി. ഇനി എന്ത് ചെയ്യാം? TCA കാൽക്കുലേറ്റ് ചെയ്യാം, TCB കാൽക്കുലേറ്റ് ചെയ്യാം. ലാമീസ് തിയറം ചെയ്ത് കഴിഞ്ഞാൽ ഈ TCA കാൽക്കുലേറ്റ് ചെയ്തു 134.49 ന്യൂട്ടൺ. അതേപോലെ TCBയും കാൽക്കുലേറ്റ് ചെയ്തു 109 ന്യൂട്ടൺസ്. ആ സ്റ്റെപ്പിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. നോക്കുക, എന്തെങ്കിലും അത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ ചോദിച്ചു. ക്ലാസ് എത്ര മണി വരെ? ക്ലാസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ആ പ്രോബ്ലം തീർക്കാൻ വേണ്ടി ഞാൻ എടുത്തുന്നേ ഉള്ളൂ. അറ്റൻഡൻസ് നിങ്ങൾക്ക് റോൾ നമ്പേഴ്സ് കിട്ടിയോ? ഞാൻ പേര് വിളിക്കാം. ഓക്കെ. അബി അനിൽ. അബി ആബ്സെന്റ് ആണോ? അക്സ. ആദിത്യൻ എസ്. അഫ്സാന. അഫ്സാന ആബ്സെന്റ്. അലൻ. അമൽ റഹ്മാൻ. അമൽ സമദ്. അമിന മുഹമ്മദ്. Present, sir. അമിത്. അമൃത. Present, sir. അന്ന മേരി. Present, sir. Sir, യെസ്. sir, അഫ്സാന present ആണ്. എനിക്ക് പെട്ടെന്ന് നെറ്റ് സ്ലോ ആയത്. ഓ ശരി. എവിടം വരെ ഞാൻ വിളിച്ചേ? ലാസ്റ്റ് നമ്പർ ആരായിരുന്നു? ലാസ്റ്റ് നമ്പർ ആരെയാ വിളിച്ചേ? അന്ന മേരി. Sir, present, sir. ആന്റണി. Present, sir. അനുപം. Present, sir. നാൻസി. Present, sir.
Arya, Arya, Ashin Vinod, Present, sir. Asin Anto, Present, sir. Ashwant, Present, sir. David Grant, Present, sir. Devika L. Nair, Present, sir. Devika S. Present, sir. Gidu Lakshmi, Present, sir. Gladwin, Present, sir. Jahana, Present, sir. Jarin, Present, sir. Kiran, Kiran, Nandana, Present, sir. Nasia, Present, sir. Rachel, Present, sir. Rahna, Present, sir. Ritika, Present, sir. Ruben, Present, sir. Salva, Present, sir. Shantini, Present, sir. Sebastian, Sebastian Benny, Srilekha, Present, sir. Srirak Paulson, Present, sir. Vaishnavi. Present, sir. So absentees ഒന്നുകൂടി പറയാം. Absentees Abhi Anil, Arya, Kiran R. Ravi, Sebastian Benny. Okay, thank you. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. Others can leave. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.